മനുഷ്യൻ മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? ഹൃദയം പ്രവർത്തിക്കില്ല, രക്തഓട്ടമുണ്ടാകില്ല, ശരീരത്തിനുള്ളിൽ ഓക്സിജൻ കടക്കില്ല. തലച്ചോറ് പോലും പ്രവർത്തിക്കാത്ത ആ ഒരു അവസ്ഥയിൽ മനുഷ്യ ശരീരം മുഴുവനായും നിശ്ചലമാകും. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇതാണ് മരണം. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിക്കുക? എരിക്കുകയാണെങ്കിൽ ചാമ്പലാകും, സംസ്കരിക്കുകയാണെങ്കിൽ അഴുകിപ്പോകും. മതവിശ്വാസമുള്ളവർ മനുഷ്യൻ മരിച്ചതിന് ശേഷം അവന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് വരും. അതവൻ ചെയ്ത നന്മ തിന്മയനുസരിച്ച് സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും എന്ന് വിശ്വസിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് നിറവേറാത്ത ആഗ്രഹമുള്ള ആത്മാക്കൾ പ്രേതാത്മാവായി മാറി ഭൂമിയിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമെന്ന്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാതൊരു ശരിയായ തെളിവുമില്ല. അതുകൊണ്ടാണ് സയൻസ് ഇതിൽ വിശ്വസിക്കാത്തത്. ഇങ്ങനെയുള്ളപ്പോൾ സയൻസ് അനുസരിച്ച് മരിച്ചതിനു ശേഷം മനുഷ്യന്റെ ശരീരത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക? ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ആകാംക്ഷയുണ്ടാകും. അതിനാലാണ് മരിച്ചതിനു ശേഷം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ച് ഇന്ന് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി പറയാൻ പോകുന്നത്. തീർച്ചയായും ഈ ഒരു വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി ഒരു ചെറിയ റിക്വസ്റ്റ്. ഒരുപാട് പേർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഒരുപാട് നന്ദി. എന്നാൽ ചിലർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ എന്നാക്കുക. നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ സബ്സ്ക്രൈബ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ വിലപ്പെട്ടതാകും. മനുഷ്യൻ മരിച്ചതിന് ശേഷം അവന്റെ ശരീരം പതിയെ അഴുകാൻ തുടങ്ങും. ഈ ഒരു പ്രവർത്തനത്തിന് ടെക്നിക്കൽ ടേമിൽ ഡീകമ്പോസിഷൻ എന്ന് പറയും. ശരീരം അഴുകിപ്പോകുന്ന ഈ ഒരു പ്രവർത്തനം മൊത്തം 5 ഘട്ടങ്ങളിലായാണ് നടക്കുക. ഈ 5 ഘട്ടങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് ഡീകമ്പോസിഷൻ ടൈം ലൈനെ കുറിച്ച് കാണാം. മനുഷ്യൻ മരിച്ച് 24 മുതൽ 72 മണിക്കൂറിന് ശേഷം ആദ്യം ഇന്റേണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങളെല്ലാം ഓരോന്നായി നശിക്കാൻ തുടങ്ങും. മരിച്ച് 2 മുതൽ 5 ദിവസത്തിന് ശേഷം ശരീരം പതിയെ വീർക്കാൻ തുടങ്ങും. അതുമാത്രമല്ല, വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം കലർന്ന നുര പുറത്തേക്ക് വരും. 8 മുതൽ 10 ദിവസങ്ങൾക്ക് ശേഷം ശരീരത്തിലുള്ള രക്തമെല്ലാം നശിക്കും. വയറിനുള്ളിലെ ഗ്യാസ് എല്ലാം പുറത്തേക്ക് പോകും. അതുപോലെ ശരീരം ഒരു ചുവന്ന നിറത്തിലേക്ക് മാറും. അടുത്ത ചില ആഴ്ചകൾക്ക് ശേഷം പല്ലുകൾ, നഖങ്ങളെല്ലാം പൊഴിയാൻ തുടങ്ങും. അവസാനം മനുഷ്യൻ മരിച്ച് 1 മാസത്തിന് ശേഷം ശരീരം അഴുകാൻ തുടങ്ങും. മനുഷ്യൻ മരിച്ചതിന് ശേഷം തന്റെ ശരീരം ആദ്യത്തെ മാസത്തിൽ തന്നെ കൂടുതൽ ഡീകമ്പോസ് ആകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡീകമ്പോസിഷനിൽ മൊത്തം 5 ഘട്ടങ്ങളുണ്ട്. അങ്ങനെ ഈ 5 ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ എപ്പോൾ മരിച്ചു, മരിച്ച് എത്ര ദിവസമായി എന്നുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കും. മരിച്ച ഒരു ശരീരം നശിച്ചു പോകുന്ന, അഴുകി പോകുന്ന പ്രവർത്തനം എന്നത് അവിടെയുള്ള കാലാവസ്ഥ, ഈർപ്പം, എത്രത്തോളം ഓക്സിജൻ സപ്ലൈ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണുള്ളത്. അതുപോലെ മറ്റു കാരണങ്ങളായ ആ മരിച്ചുപോയ വ്യക്തിയുടെ ശാരീരിക ഘടന, വസ്ത്രം, അദ്ദേഹം മരിക്കാനുണ്ടായ കാരണം, ഇവയെല്ലാം ഈ ഡീകമ്പോസിഷൻ ഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം വെറും മണ്ണിനടിയിലുള്ള അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ അങ്ങനെയുള്ള ഡെഡ് ബോഡീസിന് മാത്രമേ കണക്ട് ആവുകയുള്ളൂ. ശരി, ഈ ഡീകമ്പോസിഷൻ പ്രോസസ്സിലെ 5 ഘട്ടങ്ങളിൽ ശരീരത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കാണാം. ആദ്യത്തെ ഘട്ടം ഓട്ടോലൈസിസ് സ്റ്റേജ്. മനുഷ്യൻ മരിച്ച ഉടനെ നടക്കുന്ന ആദ്യത്തെ ഘട്ടമാണ് ഈ ഓട്ടോലൈസിസ്. ഇതിന് സെൽഫ് ഡൈജഷൻ എന്ന മറ്റൊരു പേര് കൂടെ ഉണ്ട്. ജീവൻ ഉള്ളപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ നമ്മളെ സഹായിക്കുന്ന എൻസൈംസ് മരിച്ചതിന് ശേഷം നമ്മെ ഭക്ഷിക്കാൻ ആരംഭിക്കും. രക്തഓട്ടവും ശ്വസനവും അവസാനിച്ച ഉടനെ ശരീരത്തിനുള്ളിലേക്ക് ഓക്സിജൻ കിട്ടില്ല. അതുപോലെ മാലിന്യം അകറ്റാൻ യാതൊരു വഴിയും കാണില്ല. അങ്ങനെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും അസിഡിക് എൻവയോൺമെന്റ് ഉണ്ടാവുകയും ചെയ്യും. ഇതുവഴി കോശങ്ങളിലെ ചർമ്മത്തിന് വിള്ളലുണ്ടാകും. അങ്ങനെ ആ പൊളിഞ്ഞ ചർമ്മത്തിൽ നിന്ന് കൂടുതലായി എൻസൈംസ് പുറത്തേക്ക് വരാൻ തുടങ്ങും. അതുപോലെ അവിടെയുള്ള കാലാവസ്ഥയ്ക്കനുസരിച്ച് ശരീരത്തിലെ താപനില പതിയെ കുറയാൻ തുടങ്ങും. ഇത് കഴിഞ്ഞ് ചതകളിലെ രാസമാറ്റം കാരണം ശരീരം മുറുകിപ്പോകും. രക്തഓട്ടം അവസാനിച്ചതിന് ശേഷം ഗുരുത്വാകർഷണ ബലം കാരണം രക്തം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ ശരീരത്തിന്റെ നിറം ചുവപ്പായി മാറും. രണ്ടാമത്തെ ഘട്ടം പ്ലോട്ടിംഗ് സ്റ്റേജ്. ആദ്യത്തെ ഘട്ടത്തിൽ പുറത്തേക്ക് വന്ന എൻസൈംസ് ഒരുപാട് രീതിയിലുള്ള ഗ്യാസസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഈ ഗ്യാസസ് കാരണം മനുഷ്യ ശരീരത്തിന്റെ അളവ് പല മടങ്ങ് കൂടാൻ തുടങ്ങും. മനുഷ്യന് മാത്രമല്ലാതെ മൃഗങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അതിൽ പ്രോട്ടീൻസ്, DNA, RNA, എൻസൈംസ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ടവയാണ്.
നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ മനുഷ്യൻ മാത്രമല്ലാതെ ലോകം മുഴുവനുമുള്ള വെള്ളം, ഭൂമി, വായു എന്നിവയിൽ ഒരുപാട് ജീവികളുണ്ട്. അതിൽ ബാക്ടീരിയാസുമുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ബാക്ടീരിയാസിനെ പറക്കാൻ സാധിക്കും. എന്നാൽ അവയ്ക്ക് സ്വന്തമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. അതിനാൽ മറ്റ് സെൽസിലുള്ള പ്രോട്ടീൻസിനെ അവയ്ക്കനുസരിച്ച് മാറ്റി നിർമ്മിക്കും. ഈ ബാക്ടീരിയാസ് മരിച്ച ശരീരത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ശരീരത്തിലെ കെമിക്കൽസിനെ അവയ്ക്കനുസരിച്ച് മാറ്റുന്ന പ്രോസസ്സിൽ ദുർഗന്ധമുണ്ടാക്കുന്ന സൾഫർ, ഫോസ്ഫറസ് പോലുള്ള പല വസ്തുക്കളും പുറത്തേക്ക് വരും. ഇതാണ് മരിച്ച ശരീരത്തിൽ നിന്നും ദുർഗന്ധം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ജീവനോടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബാക്ടീരിയാസിനെ എതിർത്ത് പോരാടാൻ നമുക്ക് തന്നെ രോഗപ്രതിരോധ ശേഷിയുണ്ട്. എന്നാൽ മരിച്ചതിനു ശേഷം മരിച്ച ശരീരത്തിൽ ഈ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ബാക്ടീരിയാസ് വളരെ എളുപ്പത്തിൽ ആ ശരീരത്തെ അറ്റാക്ക് ചെയ്ത് അതിനെ നശിപ്പിക്കുന്നത്. ഇങ്ങനെ ബാക്ടീരിയ പുറത്തേക്ക് വിടുന്ന അശുദ്ധ വായു കാരണം ശരീരം വീങ്ങാൻ തുടങ്ങും. അതുകൂടാതെ ദഹനത്തിന് സഹായിക്കുന്ന കുടൽ അഴുകിപ്പോയത് കാരണം ദുർഗന്ധമുള്ള ലൂക്കറ്റ് പോലുള്ള വസ്തുക്കൾ വായ് വഴിയും മൂക്ക് വഴിയും പുറത്തേക്ക് വരും. അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നത് മാത്രമല്ല, ശരീരം വല്ലാതെ വീർക്കാനും തുടങ്ങും. മൂന്നാമത്തെ ഘട്ടം ആക്റ്റീവ് ഡീകേ സ്റ്റേജ്. ഈ ഒരു ഘട്ടത്തിൽ അവയവങ്ങൾ, പേശികൾ, തൊലികൾ ലിക്വിഡ് ഫോമിലേക്ക് മാറും. അതുപോലെ തൊലി കറുത്ത നിറത്തിലേക്ക് മാറാൻ തുടങ്ങും. അതുകൂടാതെ ഈ ഒരു ഘട്ടത്തിൽ ലോഫ്ലൈസ് എന്ന പ്രാണികൾ ഡീകമ്പോസിഷൻ തയ്യാറായിരിക്കുന്ന ശവങ്ങൾ കണ്ടെത്തുകയും അതിലുള്ള സുഷിരങ്ങളിൽ മുട്ടയിടാൻ തുടങ്ങും. ഈ മുട്ടകളുടെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് പ്രേത പരിശോധന ചെയ്യുന്നവർ എപ്പോഴാണ് ആ ഒരു വ്യക്തി മരിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. അവസാനമായി ഈ പുഴുക്കൾ ശരീരം വിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ ഒരു ഘട്ടം അവസാനിക്കുന്നത്. നാലാമത്തെ ഘട്ടം അഡ്വാൻസ്ഡ് ഡീകേ സ്റ്റേറ്റ്. ഈ ഒരു ഘട്ടത്തിൽ ശരീരത്തിൽ വെറും 20% അവയവങ്ങളും പേശികളും മാത്രമാണ് ബാക്കിയാവുക. ഈ അഡ്വാൻസ്ഡ് ഡീകേ സ്റ്റേജിൽ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കറുത്ത നിറത്തിലേക്ക് മാറും. അങ്ങനെ ഭൂമിയിൽ മുഴുവനായും ഡീകമ്പോസ് ആയ മനുഷ്യ ശരീരം ഏകദേശം 32 ഗ്രാം നൈട്രോജൻ, 1 ഗ്രാം മഗ്നീഷ്യം, 4 ഗ്രാം പൊട്ടാസ്യം, കൂടാതെ 10 ഗ്രാം ഫോസ്ഫറസ്, ഇങ്ങനെ ഓരോ കിലോഗ്രാം ഡ്രൈ പെർ മാസ് പുറത്തേക്ക് കൊണ്ടുവരും. അവയെ ചുറ്റിയുള്ള സ്ഥലങ്ങളിൽ കെമിക്കൽ ചേഞ്ചസ് ചില വർഷത്തേക്ക് അങ്ങനെ ഉണ്ടാകും. അവസാനം സെൽസ്, ടിഷ്യൂസ് മുഴുവനും നശിച്ച ശേഷം ആ ഒരു ഘട്ടം അവസാനിക്കും. അഞ്ചാമത്തെ ഘട്ടം സ്കെലിട്ടൺ സ്റ്റേജ്. ശരീരം അഴുകിക്കഴിഞ്ഞ് ശരീരത്തിലുള്ള എല്ലാ പേശികളും അവയവങ്ങളും എല്ലാം ഇല്ലാതായതിനു ശേഷം വെറും എല്ലുകൾ മാത്രം ബാക്കിയാകും. ഇതിന് ഏകദേശം 4 മാസത്തോളം എടുക്കും. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അടിസ്ഥാനമാക്കിയാണ് ബോഡി ഡീകമ്പോസ് ആകുന്ന വേഗതയുണ്ടാകുക. കൂടുതൽ ടെമ്പറേച്ചറിൽ ശരീരം പെട്ടെന്ന് അഴുകിയ അവസ്ഥയിലേക്ക് മാറും. ഇതേസമയം തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ശരീരം ഡീകമ്പോസ് ആകാൻ സമയമെടുക്കും. വളരെ പതുക്കെ മാത്രമേ ആ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. കൂടാതെ കൂടുതൽ ഈർപ്പവും ഓക്സിജനും ഈ ഡീകമ്പോസ് ആകുന്ന വേഗത കൂട്ടും. കാരണം ഡീകമ്പോസ് ആകാൻ സഹായിക്കുന്ന പ്രാണികൾ ജീവിക്കാനും വേഗത്തിൽ പ്രവർത്തിക്കാനും ഓക്സിജൻ കൂടുതൽ ആവശ്യമാണ്. എന്നാൽ കുറഞ്ഞ ഓക്സിജനുള്ള ഭാഗത്ത് ഈ കാര്യങ്ങളെല്ലാം വളരെ വിപരീതമായിരിക്കും. പറഞ്ഞു വന്നാൽ ഒരു ശരീരം കുഴിച്ചിട്ട ആഴം പോലും ഡീകമ്പോസിഷനെ ബാധിക്കും. കാരണം ഇത് പ്രാണികൾ, സ്കാവെഞ്ചർ, ഇവയെ ഈ മരിച്ച ശരീരങ്ങൾ ഭക്ഷിക്കുന്ന ചില പ്രാണികളുണ്ട്. അവയെ അടുത്തു വരാൻ പോലും അനുവദിക്കില്ല. കൂടാതെ ഈ ആഴം പോലും ഓക്സിജൻ സപ്ലൈ കുറയ്ക്കും. അതുകൊണ്ട് ശരീരം കുഴിച്ചിടുന്ന ആ ഒരു ആഴവും വളരെ പ്രധാനമാണ്. അതിലും വളരെ കൊഴുപ്പ് കൂടിയ ശരീരമാണെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ ശരീരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വേഗത്തിൽ ഡീകമ്പോസ് ആകും. അതുകൂടാതെ ആ വ്യക്തി മരിച്ചതിന്റെ കാരണം പോലും ഡീകമ്പോസിഷന്റെ വേഗത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു മനുഷ്യ ശരീരം ഈ 4 മാസങ്ങളിൽ 5 ഘട്ടങ്ങളിലൂടെ മുഴുവനായ ചതയുള്ള രൂപത്തിൽ നിന്നും വെറും എല്ലുകൾ മാത്രമായി മാറും. ഇതാണ് മരിച്ച ഒരു വ്യക്തിയുടെ ഡീകമ്പോസിഷന്റെ 5 ഘട്ടങ്ങൾ. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അറിയാൻ സഹായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.